ഭാമ രാവിലെ കുളിച്ചൊരുങ്ങി അനി വാങ്ങിച്ചു തന്ന ചുരിദാർ ധരിച്ച സുന്ദരിയെ. അനി ജോഗിങ് കഴിഞ്ഞ് വന്നു അവളെ ഒന്ന് നോക്കി. എന്നിട്ട് ആ വിയർപ്പോടുകൂടി അവളെ കെട്ടിപ്പിടിച്ചു. അയ്യോ, പോയി കുളിച്ചിട്ട് വാ. അനി അവളുടെ തലയിൽ തോർത്ത് വലിച്ചു താഴെയിട്ടു. അവളുടെ മുടിയിൽ നിന്നും വീഴുന്ന തുള്ളികൾ വായിലാക്കി നുണഞ്ഞു. ഛേ, എന്താ ഇത്? അടങ്ങാതിരി. ഇപ്പോൾ നിനക്കെൻ്റെ വിയർപ്പും ഉമിനീരെല്ലാം പ്രശ്നമല്ലേ? അതുകൊണ്ടല്ല, ഞാൻ കുളിച്ചു വന്നതാ. സാരമില്ല, എൻ്റെ വിയർപ്പ് നിന്റെ ദേഹത്തുണ്ടാവട്ടെ. അവൻ അവളെ ഒന്നുകൂടി ഇറുക്കി പുണർന്നു. ഭാമയും അവനെ പുണർന്നു. ക്ലാസ് ഇല്ലേ പെണ്ണെ, പോവണ്ടേ? വേണ്ട, ഇന്ന് ലീവ്. അയ്യടാ, ഇനി കുറച്ചു കഴിഞ്ഞ പരീക്ഷയാണ്, ഞാൻ പോവണമെന്ന് പറഞ്ഞ് അവൾ അവനെ നെഞ്ചിനൊരു ഇടി കൊടുത്തു. അപ്പോഴേക്ക് റോസ് മുറിയിൽ കയറി വന്നു. രാവിലെ തന്നെ റൊമാൻസ്. ഡാ പട്ടി, നീ ടിക്കറ്റ് എടുക്കാൻ നിൽക്കണ്ട, ഞാൻ എടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് പോവും. അതുകൊണ്ട് നിന്നോട് ഇപ്പോൾ തന്നെ പറയുന്നു. അത് വേണോ ഇത്ര പെട്ടെന്ന്? പോയിട്ട് മുടുക്കി കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ പപ്പ സീനാക്കും. പോയിട്ട് ഉടനെ വരണം. എന്തായാലും നിങ്ങളുടെ പണിക്ക് പോ. ഞാൻ പോയിട്ട് വേഗം വരും. പിന്നെ ഇവിടെ എൻ്റെ ഒരു സാധനം വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ആ സാധനം ഏതാണെന്ന് എനിക്കറിയാം. അറിഞ്ഞ സ്ഥിതിക്കൊന്ന് റെക്കമെൻഡ് ചെയ്തൂടെ? പിന്നെ പോടി. റോസ് ചിരിച്ചുകൊണ്ട് മുകളിൽ പോയി. റോയാകെ കൺഫ്യൂഷനായി ഇരിക്കുകയായിരുന്നു. റോസ് തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ തൊട്ട് നടന്ന കാര്യങ്ങൾ അവൻ ആലോചിച്ചു. അവൾക്ക് ഭാമയോടുള്ള സ്നേഹവും കരുതലും എല്ലാം അവൻ ആലോചിച്ചു. അവൾ പാവാണ്, കാണാനും കൊള്ളാം, പക്ഷേ കുറുമ്പ്. അവൻ ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്ക് പെട്ടിയും തൂക്കി റോസ് ഇറങ്ങുന്നത് അവൻ കണ്ടു. വെള്ള ടോപ്പും പിങ്ക് പാവാടി അണിഞ്ഞ് നല്ല സുന്ദരിക്കുട്ടി. അവൻ ഓടിച്ചെന്ന് അവളുടെ ഇടുപ്പിൽ ചേർത്ത് പിന്നിലൂടെ വലിച്ചു മുറിയിൽ കയറ്റി. അവളുടെ പെട്ടികൾ ഉരുണ്ട് പടികൾ താഴോട്ട് വീണു. റോസിനെ അവൻ തിരിച്ചു നിർത്തി. തൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് നിർത്തി. എങ്ങോട്ടാ കെട്ടിയൊരുങ്ങി? എവിടെ പോയാലും തനിക്കെന്താ? ആരോ കെട്ടി പണ്ടാരടങ്ങാൻ പോകണേ കേട്ടു. അതേ പോവും. പോയി കെട്ടും. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ മാമോദിസ ആവുമ്പോൾ വിളിക്കാം, വന്നോണം. അതിന് എൻ്റെ കൊച്ചിൻ്റെ മാമോദിസ ഞാൻ എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ കൊച്ചോ? അത് അല്ല, എന്താ ഇപ്പോൾ പറഞ്ഞത്? പാലക്കൽ സണ്ണിയുടെ മകൾ റോസിനെ കെട്ടി എൻ്റെ പിള്ളേരെ തള്ളയാക്കാൻ എനിക്ക് സമ്മതമാണ്. അവൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ സന്തോഷം കൊണ്ട് അവനെ കയറി കെട്ടിപ്പിടിച്ചു. അവൻ പ്രതീക്ഷിക്കാത്ത ആയതുകൊണ്ട് അവൻ ശരിക്കും ഞെട്ടി. അവൾ അവൻ്റെ മുഖം കയ്യിലെടുത്ത് നെറ്റിൽ ചുംബിച്ചു. പിന്നെ മുഖത്ത് മുഴുവൻ അവൾ ചുംബനം കൊണ്ട് മൂടി. ചുണ്ടിലേക്ക് എടുത്തതും റോയ് കണ്ണടച്ചു നിന്നു. അയ്യടാ, എന്താ അച്ഛൻ്റെ ആഗ്രഹം? റോയ് കണ്ണു തുറന്നു. അവളുടെ കളിയാക്കൽ കേട്ട് അവൻ ദേഷ്യത്തോടെ അവളുടെ ചുണ്ടിലേക്ക് ബലത്തോടെ കൊണ്ടുചേർത്തു. അവൾ അവനെ തള്ളാൻ ശ്രമിച്ചുവെങ്കിലും അത് വിഫലമായി. പിന്നെ എപ്പോഴും അവളും അവനിൽ ലയിച്ചു. റോയ് അവളുടെ ഇരു ചുണ്ടുകളും നുണഞ്ഞു. അവൻ്റെ ഒരു കൈ അവളുടെ ടോപ്പിനുള്ളിലൂടെ ഇഴഞ്ഞു. റോസ് പെട്ടെന്ന് ഒന്ന് കുളഞ്ഞു. അവൻ അവളുടെ പൊക്കിൽ ചുഴി വിരൽ കൊണ്ട് തലോടി. ശ്വാസം കിട്ടാതെ അവൾ കിതയ്ക്കാൻ തുടങ്ങി. പക്ഷേ റോയ് വേറെ ഏതോ ലോകത്തായിരുന്നു. അവൻ്റെ കൈകൾ ഉള്ളിലൂടെ പതുക്കെ മുകളിലേക്ക് നീങ്ങി. റോസ് വേഗം അവനെ ഉന്തി. പെട്ടെന്ന് ഉന്തിയതുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ അവളുടെ പല്ലുകൾ കാരണം ചോര പൊടിഞ്ഞു. എന്താടി കുരിപ്പേ? ഉമ്മ ഓക്കെ. അതിൻ്റെ ഇടയിൽ എന്താ വേറെ പലതും? എന്താ അതിന്? എൻ്റെ ഉമ്മ ഇങ്ങനെയാണ്, വേറെ പലതും നടന്നു വരും. വൃത്തികെട്ട ജന്തു. ഞാൻ ചെയ്ത വൃത്തികേട് ഇത് വല്ല ഇമ്രാൻ ഹാഷ്മിയാണ് ചെയ്തതെങ്കിൽ പൊളി. നീ പോടാ മരമാക്രി. കല്യാണം കഴിയാതെ മേത്ത് തൊട്ടാലുണ്ടല്ലോ. നീ പോയി കേസ് കൊടുക്ക്. ഞാൻ അവിടെ ഇവിടെ പിടിച്ചു പറ. അല്ല പിന്നെ വെറുതെ അല്ല ആദ്യത്തെ ഭാര്യ ഇട്ടിട്ട് പോയത്. ഡി. അവൻ അവളെ തല്ലാൻ കൈയോങ്ങിയതും അവളോടി. റോയ് അവൾ പോയ വഴി നോക്കി പുഞ്ചിരിച്ചു. ഇന്ന് ഭാമയ്ക്ക് അവധിയായിരുന്നു. അവൾ കുളി കഴിഞ്ഞ് ഒരു ചായയുമായി അനിയുടെ അടുത്തേക്ക് വന്നു. ഉറക്കം ഇതുവരെ തീർന്നില്ലേ വെട്ടുപോത്തിന്? അവൾ പതുക്കെ അവൻ്റെ ചെവിയിൽ പറഞ്ഞു. അപ്പോഴേക്ക് അവൻ അവളെ നെഞ്ചോട് വലിച്ചിട്ടു. എടീ, രാവിലെ തന്നെ ഇങ്ങനെ കൺട്രോൾ കളയല്ലേ? അനി അവളുടെ മാറിൽ നിന്നും കുറച്ച് മാറിക്കിടന്ന സാരി തലപ്പ് നോക്കി പറഞ്ഞു. ഛേ, അസത്ത്. അവൾ വേഗം സാരി നന്നാക്കി ഇട്ടു. അവനിൽ നിന്ന് എണീക്കാൻ നോക്കി. അവൻ വേഗം അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. ഭാമി, ഇവിടെയല്ലേ ഞാനന്ന് നിന്നെ തുള്ളി വേദനിപ്പിച്ചത്? നിന്റെ കണ്ണൊക്കെ അന്ന് നിറഞ്ഞു. അവൻ പതുക്കെ അവളുടെ ഇടുപ്പിലുള്ള ചെറിയൊരു ഉണങ്ങിയ മുറിപ്പാടിൽ ഉമ്മ വെച്ചു. അതൊന്നും സാരമില്ല. ഇന്നെനിക്ക് എന്നെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കാൻ അനിയട്ടിനുണ്ടല്ലോ. ഭാമി, ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. നിന്റെ നിറത്തെ കുറേ കളിയാക്കിയിട്ടുണ്ട്. ഒന്നും ഇഷ്ടമല്ലാത്ത കൊണ്ടല്ല, ഇഷ്ടം കൂടുതലായതുകൊണ്ടാണ്. ഇപ്പോൾ പോലും നീ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് നിന്നെ കടിച്ചു പറിക്കാൻ തോന്നുന്നു. നിന്റെ തൊലിയുടെ നിറം പോലെ തന്നെയാണ് നിന്റെ ഷവർ ജെൽ, ചോക്ലേറ്റ് ഫ്ലേവർ. ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് എന്നെ തിന്നും. എനിക്ക് തോന്നുമ്പോഴൊക്കെ തിന്നും. എനിക്ക് ശരിക്കും നുണഞ്ഞ് അലിയിച്ച് തിന്നാനാണ് ഇഷ്ടം. അവനവളുടെ ചുണ്ട് കടിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, മോൻ ആദ്യം പോയി കുളി, എന്നിട്ട് മതി നുണയൽ. ഭാമ ചിരിച്ചുകൊണ്ട് അവന് നേരെ ടവലെറിഞ്ഞു. അവൻ അതെടുത്ത് കുളിക്കാൻ പോയി.
പിന്നെ അവൻ പ്രാതൽ കഴിച്ച് ഓഫീസ് ലക്ഷ്യമിട്ട് യാത്രയായി. അടുക്കളയിലിരുന്ന റോസ് ബാമയോടെല്ലാം പറഞ്ഞു. അയാൾക്ക് വട്ട, ഒരുമാതിരി പെണ്ണുങ്ങളെ കാണാത്ത പോലെയാണ് ഒടുക്കത്തെ ആക്രാന്തം. അപ്പോൾ ചേച്ചിക്കായി തീരെ ഇല്ല അല്ലേ? പിന്നെ എൻ്റെ ഡോഗ് പോവും അതിനൊക്കെ. വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. അപ്പോഴേക്കും ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാൻ വന്ന റോയ് അവരുടെ വർത്തമാനം കേട്ട് നോക്കി നിൽക്കുകയായിരുന്നു. സത്യമായിട്ടും അയാളാണ് ആദ്യം എന്നെ ഉമ്മിച്ചത്. ഞാൻ നിഷ്കു. ബാമ അവനെ കണ്ടു. അവൾ റോസിനോട് ആക്ഷൻ കാട്ടി. അവൾ തിരിഞ്ഞു നിന്നപ്പോൾ കണ്ടത് ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന റോയ്. അവൻ ഫ്രിഡ്ജ് ആഞ്ഞടച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. റോസ് വേഗം അവൻ്റെ പിന്നാലെ ഓടി. എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച്? ഇന്ന് ഹോസ്പിറ്റൽ പോയില്ലേ? ഞാൻ എവിടെ പോയാലും നിനക്കെന്താ? എല്ലാം കേട്ടുവല്ലേ? ഞാൻ ബാമയെ വെറുതെ. ആരാടി നിന്നെ കയറി ഉമ്മിച്ചത്? ആദ്യം നീയാണ് എന്നെ കിസ്സടിച്ചത്. അല്ലെങ്കിലും ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ? ആ, ഞാൻ ഇനിയും ചെയ്യും. അവൾ അവനെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. റോയ് അവളെ തട്ടിമാറ്റി. മിന്നികെട്ട് കഴിയാതെ എൻ്റെ മേത്തിനി ഒട്ടാൻ വരണ്ട. എനിക്ക് കൺട്രോൾ കുറവാ. സാരമില്ല, എനിക്കുണ്ട്. അവൾ വേഗം അവനെ രണ്ടുകാലിൽ പൊന്തി നിന്നുകൊണ്ട് അവൻ്റെ കവിളിൽ ചുംബിച്ചു. ദേഷ്യം വരുമ്പോൾ എനിക്കിവിടെ കടിച്ചു തിന്നാൻ തോന്നും. എങ്കിൽ കടിക്കൂ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. റോയ് അവളെ പൊക്കിയെടുത്ത് ബെഡിലെറിഞ്ഞു. അവളുടെ മേലിൽ കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ശരിക്കും അവൾ പേടിച്ചു. എന്തായാലും എനിക്ക് കൺട്രോളില്ല എന്നല്ലേ വെറും ഒറ്റ ദിവസം കൊണ്ട് നീ പറഞ്ഞത്? എൻ്റെ കൺട്രോൾ ഞാൻ കാണിക്കാം. അവൻ അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ അമർത്തി. അവൾ പോലും അറിയാതെ അവളുടെ വിരലുകൾ അവൻ്റെ തലയിൽ തലോടി. അവൻ പതുക്കെ അവളുടെ താടിത്തുമ്പിൽ ഒരു മുത്തമിട്ടു. പതുക്കെ എണീക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്ക് റോസ് അവനെ മറിച്ചിട്ടു. അവൻ്റെ മേലിൽ കിടന്നു. എന്താടി വിട്ടേ, എനിക്ക് ഡ്യൂട്ടിയുണ്ട്. ആദ്യം ഈ ഡ്യൂട്ടി, അത് കഴിഞ്ഞ് മതി. എനിക്കിപ്പോൾ എന്താ വേണ്ടത് കൊച്ചേ? ഞാൻ മര്യാദയ്ക്ക് ഇരുന്നതാ. എനിക്ക് ഓരോ ഫീലിങ്സ് തന്നിട്ട് നേരത്തെ തന്ന അതുപോലെ ഒരു കിസ് ഇവിടെ താ. അവൾ അവൻ്റെ ചുണ്ടിൽ തലോടി പറഞ്ഞു. അയ്യേ, നാണമില്ലാത്ത പെണ്ണിനെയാണല്ലോ എനിക്ക് കിട്ടിയത്. വികാരം ആണുങ്ങൾക്ക് മാത്രമല്ല. താ വേഗം. റോയ് പതുക്കെ അവളുടെ വിരലിൽ ചുണ്ടമർത്തി. അവൾ കണ്ണുകൾ അടച്ചു. പതുക്കെ അവൻ അവയെ നുണഞ്ഞു. അവളും തിരിച്ചു പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ ഒരു ദീർഘചുംബനം തന്നെ അവിടെ നടന്നു. തളർന്നുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ വീണു. മതി, ഇന്ന് മതി. ക്ഷീണിച്ചു അല്ലേ? അവൾ നാണത്തോടെ അവനെ നോക്കി. അവനെ പുണർന്നു കിടന്നു. നേരം പുലർന്നു. ബാമ തന്നെ പൊതിഞ്ഞെടുക്കുന്ന അനിരുദ്ധൻ്റെ കവിളിൽ മുത്തമിട്ടുകൊണ്ട് തൻ്റെ മുടി കെട്ടിവെച്ചു. വയറിലൊരു വേദന അനുഭവപ്പെട്ടുകൊണ്ടാണ് രാവിലെ തന്നെ എണീറ്റത്. ബാത്റൂം ചെന്ന് നോക്കിയപ്പോൾ തനിക്കിന്ന് ആർത്തവമായി എന്നവൾ മനസ്സിലാക്കി. പതി എണീറ്റ് വന്ന് അനി കാണാതെ പതുക്കെ അവൾ ഒരു പാക്കറ്റ് എടുത്ത് പൊട്ടിക്കാൻ ശ്രമിച്ചു. ഡി, എന്താടി ഒരു ഒളിച്ചുകളി? അത് ഞാൻ. അനി അവളുടെ കയ്യിൽ നിന്ന് പാക്കറ്റ് വാങ്ങി നോക്കി. അവൻ്റെ മുഖത്തൊരു വാത്സല്യം തുളുമ്പുന്ന ഭാവമായിരുന്നു. അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. ആയിയല്ലേ? ഞാൻ പോയി കുളിച്ചോട്ടെ. പോയിക്കോ. കുളി കഴിഞ്ഞു വന്ന ബാമയെ അവൻ അടിമുടി നോക്കി. അവളുടെ ഈറൻ മുടിയിഴകൾ നീണ്ട കരിനാഗം പോലെ അവന് തോന്നി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തിരുത്തി. അവളുടെ വയറ്റിൽ കൈവച്ചു. ശരിക്കും നല്ല വേദനയാണോ ബാമി? ഇന്ന് അധികമില്ല, പക്ഷെ നാളെ ഉണ്ടാവും. നല്ല നടുവേദനയാവും. അതാണ് ഏട്ടാ ബുദ്ധിമുട്ട്. എത്ര ദിവസം? 7 കഴിയണം. പിന്നെ ഞാൻ ഇനി ഏട്ടൻ്റെ കൂടെ കിടക്കാൻ നേരത്ത് ഉണ്ടാവില്ല കേട്ടോ. അതെന്ത്? ഇത് ഏട്ടൻ്റെ കാനഡയല്ല. ഒന്ന് പോടി. ആ കാലമെല്ലാം കഴിഞ്ഞു. നീ എൻ്റെ കൂടെ കിടന്ന എനിക്ക് ദോഷം വരാമെങ്കിൽ വരട്ടെ. ബാമ അവനെ നോക്കി നിന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ ഒരു മുത്തം വിട്ടു. അവൻ പോലും അറിയാതെ തരിച്ചു നിന്നുപോയി. എന്താ പെട്ടെന്ന് ഒരു ഉമ്മ? നെഞ്ചിൽ തൊട്ട് അവൻ ചോദിച്ചു. എനിക്ക് എന്തോ തോന്നിപ്പോയി. അവൾ നാണത്തോടെ തലതാഴ്ത്തി. അനി പതുക്കെ അവളുടെ മുഖം അവന് നേരെ തിരിച്ചു പിടിച്ചു. നീ എനിക്ക് എന്നും ശുദ്ധിയുള്ള പെണ്ണാണ് ബാമ, മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും. അവൻ ഇത്രയും പറഞ്ഞ് അവളുടെ കഴുത്തിലെ ഞരമ്പിൽ ഒരു മുത്തമിട്ടു. അവൾ പോലും അറിയാതെ അവളുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൽ പതിഞ്ഞു. അവൻ്റെ ചുണ്ട് കഴുത്തിൽ നിന്ന് മാറുടിക്കിൽ സഞ്ചരിച്ചതും ബാമ അവനെ തള്ളിമാറ്റി. അതെ, ഇനി കുറച്ച് ദിവസം എനിക്ക് ഒരവധി തരണം. ഇതൊന്നും ശരിയാവില്ല. ഓ നാശം. അനി അവളുടെ ദേഹത്ത് നിന്ന് മാറി. ബാമ അവൻ്റെ മുഖം കണ്ട് പൊട്ടിച്ചിരിച്ചു. എന്താടി? ഏയ് ഒന്നുമില്ല. പിന്നെ ഇന്ന് ഞാൻ ലതാമ്മയുടെ കൂടെ പുറത്തു പോവട്ടോ. ഒപ്പം വല്യച്ഛനുണ്ട്. ഏതോ കുടുംബത്തിലെ കല്യാണമാണ്. എന്നോട് എന്തായാലും വരണം പറഞ്ഞു. പോയി വരാൻ എന്തായാലും രാത്രിയാവും അമ്മ പറഞ്ഞു. ഞാൻ ഇല്ല എന്തായാലും. അതറിയാം. അപ്പോൾ എൻ്റെ മുത്ത് ഓഫീസിൽ പോ. ഇന്ന് ലീവാടി. ആണോ? എങ്കിൽ റോസ് ചേച്ചിയുടെ കൂടെ കമ്പനി അടിച്ചോ. ഞാൻ വരുന്നവരെ റെസ്റ്റ്. അവളിന്ന് അവൻ്റെ കൂടെ ഔട്ടിങ് പോവാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ആണോ? ഞാൻ അറിഞ്ഞില്ല. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ബാമ പുഞ്ചിരിച്ചുകൊണ്ട് താഴേക്ക് പോയി.
ഇന്നത്തെ ദിവസം അനിരുദ്ധിനെ നമ്മുടെ സ്വന്തമാക്കേണ്ട ദിവസമാണ്. പക്ഷെ പ്ലാൻ നടക്കുമോ? നടത്തിപ്പിക്കും. ബാമയെ പോലെ ഒരു പൊട്ടിപ്പെണ്ണിനെ പറ്റിക്കാനാണോ ബുദ്ധിമുട്ട്? ലതയും ബാമയും വല്യച്ഛനും കൂടി പ്രാതൽ കഴിഞ്ഞു അവരുടെ ബന്ധുവീട്ടിൽ യാത്രയായി. വൈകുന്നേര സമയം അനിക്ക് നേരെ ചായക്കപ്പ് പിടിച്ചുകൊണ്ട് അല്ലി അവൻ്റെ മുറിയിൽ കയറി. തൻ്റെ ഷർട്ട് ഊരുകയായിരുന്നു അനി. ഒരു മുറിയിൽ വരുമ്പോൾ മുട്ടി വരണമെന്ന് അറിയില്ലേ? അത് ബാമയില്ലാത്തതുകൊണ്ടാ. ബാമ ഇല്ലെങ്കിലും മുട്ടണം. എനിക്ക് പ്രൈവസി വേണ്ടേ? ചൂടാവില്ലേ ഏട്ടാ? ഈ ചായ തരാൻ വന്നതാ. അനി ചായ വാങ്ങി കുടിച്ചു. അതിലെന്തൊരു ചുവ വ്യത്യാസം അവന് തോന്നി. പക്ഷെ അവൻ കുടിച്ചു. ഏട്ടാ, എനിക്ക് ഏട്ടനെ എന്ത് ഇഷ്ടം അറിയോ? അവൾ അവൻ്റെ തോളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ തല പെരുത്തു കയറുന്ന പോലെ അവന് തോന്നി. അവൻ പതുക്കെ അവൻ്റെ മുടിയിൽ പിടിച്ച് കട്ടിലിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് അവൻ തളർന്ന് ബെഡിൽ വീണു. അല്ലി അവനെ നോക്കി പകയോടെ പുഞ്ചിരിച്ചു. മുറിയിലേക്ക് അവൾ അമ്മയെ വിളിച്ചു. ഇന്ന് തീരും തള്ളയുടെയും മോൻ്റെയും അഭ്യാസം. അപ്പോൾ ഇനി അനി എൻ്റെ അല്ലേ അമ്മേ? അതെ, ബാമ ഇപ്പോൾ എത്തും. എല്ലാം പറഞ്ഞ പോലെ ചെയ്. നിന്റെ അച്ഛൻ ഇപ്പോൾ ഫോൺ വിളിച്ചു. ശരി അമ്മേ. കുഴിഞ്ഞെടുക്കുന്ന അനിയെ നോക്കി അവൾ വശ്യമായി പുഞ്ചിരിച്ചു. അവൻ്റെ വസ്ത്രം അവൾ പതുക്കെ ഊരിമാറ്റി. അവളും അവൻ്റെ ഷർട്ട് മാത്രം തൻ്റെ ദേഹത്തിട്ടുകൊണ്ട് അവനെ വാരിപ്പുണർന്നു. അവളുടെ ചായം തേച്ച ചുണ്ടുകൾ അവൻ്റെ ദേഹത്ത് പതിഞ്ഞു. അവനൊന്നും അറിയാതെ കിടന്നു. ബാമയും ലതയും വീട്ടിലെത്തി. യാത്രാക്ഷീണം കാരണം ബാമ വേഗം തൻ്റെ മുറിയിൽ കയറി. അവിടെ അവൾ കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അനിയേട്ടാ, അവൾ ഉറക്കി ഗർജിച്ചു. അവളുടെ കണ്ണിൽ ദുഃഖവും ദേഷ്യവും ഒരുപോലെ തോന്നി. അനി പതുക്കെ കഷ്ടപ്പെട്ട് കണ്ണു തുറന്നു. അവനൊന്നും മനസ്സിലാവാതെ തലപൊക്കി പിടിച്ചെഴുന്നേറ്റു. തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അല്ലിയെ കണ്ട് അവൻ ഞെട്ടി എണീറ്റു. അല്ലി ഉറക്കച്ചടവോടുകൂടി എണീറ്റു. ബാമയെ നോക്കി പുഞ്ചിരിച്ചു.